ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിചിത്രതകൾ നിറഞ്ഞ ഈ ലോക ഭൂമികയിൽ ചിലത് അത്ഭുതങ്ങളായി മാറാറുണ്ട്. അതുപോലൊരു അത്ഭുതത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ചർച്ച. ഇത്തോപ്യയുടെ തലസ്ഥാനമായ ആഡിസ് അബാബയിലെ ദേശീയ മ്യൂസിയത്തിലെ സെല്ലാറിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ വെളിച്ചം കുറഞ്ഞു വരുന്നു, തണുപ്പ് കൂടി വരുന്നു. നിലവറയിലെത്തുമ്പോൾ കാലചക്രം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് ഓടുന്നത് പോലെ എങ്ങു നോക്കിയാലും ശവപ്പെട്ടികൾ, അതും ചില്ലുകൊണ്ടുള്ളത്. ആദ്യം കാണുന്നത് ഒരു മുത്തച്ഛൻ പോത്തിന്റെ കീഴ്ത്താടിയല്ല. ഇവിടെ ഉള്ളവരിൽ ഏറ്റവും സീനിയർ പല്ലിന്റെ വെള്ള നിറമൊക്കെ പോയി കറുപ്പ് കലർന്നിരിക്കുന്നു. പ്രായം 45 ലക്ഷം വർഷത്തിനു മുകളിൽ. തൊട്ടടുത്ത് പഞ്ഞിക്കെട്ട് കൊണ്ടുണ്ടാക്കിയതുപോലുള്ള ഒരു കാട്ടുപോത്തിന്റെ തലയോട്ടി, അതിന് 40 ലക്ഷം വർഷത്തോളം പഴക്കം. പിന്നീട് എണ്ണയാട്ടുന്ന ചക്കിന്റെ കുറ്റി പോലിരിക്കുന്ന കറുകറുത്തൊരു രൂപം. ആഫ്രിക്കൻ ആനയുടെ തലയോടാണിത്. 35 ലക്ഷം വർഷത്തിനു മേൽ പഴക്കം. അല്പം കൂടി ഇരുട്ടേറിയ ഭാഗത്താണ് അടുത്ത ചില്ലുകൂട്. ഇതാണ് AL 288-1 എന്ന് അടയാളപ്പെടുത്തിയ ഭൗതികാവശിഷ്ടം. യൗവനയുക്തയായ ഒരു പെൺകുട്ടിയുടെ അസ്ഥികൂടത്തിന്റെ 40% വരുന്ന അവശിഷ്ടം. ഈ 18-കാരിയെ ലോകം വിളിക്കുന്നത് ലൂസി എന്നാണ്. ഇത്യോപ്യയിലെ അഫാർ പ്രാവിശ്യയിലെ ഹഡാർ മേഖലയിൽ നിന്ന് അമേരിക്കൻ പുരാവസ്തു ഗവേഷകൻ ഡോക്ടർ ഡൊണാൾഡ് ജൊഹാൻസൻ കണ്ടെടുത്ത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇരുകാലിൽ നിവർന്നു നടന്നിരുന്ന സ്ത്രീയെന്ന് തിരിച്ചറിഞ്ഞ ജീവിയുടെ അസ്ഥികൂടം മുഴുവനായില്ല. മൊത്തം വരുന്ന അസ്ഥികൂടങ്ങളുടെ 40% വരുന്ന എല്ലിൻ കഷ്ണങ്ങൾ. പ്രായം 31,80,000 വർഷങ്ങൾക്കപ്പുറം. ഇരുകാലി വർഗത്തിന്റെ ശാസ്ത്രനാമമായ ആസ്ട്രലോപെത്തിക്കസ് പട്ടികയിലെ 1-ാം നമ്പറുകാരി. 1970-കളിലെ ചുട്ടുപഴുത്ത ഒരു ദിവസം പകലന്തിയോളം അലഞ്ഞിട്ടും ഇത്യോപ്യക്കാരനായ ഫോസിൽ ശേഖരണക്കാരൻ അലമഹു അസഫയ്ക്ക് കിട്ടിയത് ഒരു കീഴ്ത്താടിയെല്ല് മാത്രം. ഇത്യോപ്യയിലെ അഫാർ പ്രാവിശ്യയിലെ ഹഡാർ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 150 മീറ്റർ താഴ്ന്നു കിടക്കുന്നതാണ്. ലോകത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. 40 ലക്ഷത്തിലേറെ വർഷം പഴക്കമുള്ള ഇരുകാലികൾ ഒഴികെയുള്ള ജീവികളുടെ ഫോസിലുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളതിനാൽ പാലിയോ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഇവിടെ വിട്ടൊഴിഞ്ഞ നേരമില്ല. തിരച്ചിലിൽ ലഭിച്ച താടിയലിൽ അണപ്പല്ലുകൾക്ക് പുറകിലായി ഒരു വിസ്ഡം ടൂത്തും ആ കീഴ്ത്താടിയിൽ ഉണ്ടായിരുന്നു. കീഴ്ത്താടിയുടെ ഉടമ ഒരു ഇരുകാലിയാണെന്നതിനുപരി പ്രായപൂർത്തിയായ ഒരു ജീവി കൂടിയാണെന്നതിന് തെളിവായിരുന്നു വിസ്ഡം ടൂത്ത്. 2 കാലിൽ നിവർന്നു നടന്ന ജീവികൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നതിന് ആദ്യമായി ലഭിച്ച തെളിവ് ഇതായിരുന്നു. ഹഡാർ ത്രികോണത്തെ മനുഷ്യവർഗത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതിന് കാരണം 30 ലക്ഷത്തിനോടടുത്ത് വർഷങ്ങൾ പഴക്കമുള്ള ഈ കീഴ്ത്താടിയാണ്. 4 കാലിൽ നടന്ന വാനരവൻ ഗജർ കാലക്രമേണ 2 കാലിൽ നട്ടല് നിവർത്തി നടന്നു എന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് ഏറ്റവും വലിയ സാധൂകരണമായി ഇത്. ഈ വിവരം പുറത്തു വന്നതോടെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ധാരാളം ഗവേഷകർ അഫാർ പ്രാവിശ്യയിലെത്തി. തദ്ദേശീയരായ നരവംശ ശാസ്ത്രജ്ഞന്മാരും വെറുതെയിരുന്നില്ല. ഇവരിൽ പ്രധാനിയായിരുന്നു മൊറൈസ് താലിബ്. ഗവേഷണത്തിന് താൻ തന്നെ ഡയറക്ടറായി 1974-ന്റെ തുടക്കത്തിൽ ഇന്റർനാഷണൽ ഹഡാർ റിസർച്ച് എക്സ്പെഡിഷൻ എന്ന സംഘടന അദ്ദേഹം രൂപീകരിച്ചു. സഹ ഡയറക്ടർമാരായി അമേരിക്കക്കാരനായ ഡോക്ടർ ഡൊണാൾഡ് ജൊഹാൻസനെയും ഒപ്പം കൂട്ടി. കൂടാതെ ഫ്രാൻസുകാരനായ വെസ് കോപ്പനെയും. 1972-ലും 1973-ലും ഡോക്ടർ ജൊഹാൻസൻ ഇവിടെ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല ഫോസിലായി മാറിയ ഒരു കാൽമുട്ട് ചിരട്ടയും സമീപത്ത് നിന്നായി ഒരു കാലെല്ലിന്റെ ഭാഗവും അദ്ദേഹത്തിന് കിട്ടി. മുട്ടുചിരട്ടയെ പാദവുമായി ബന്ധിപ്പിക്കുന്ന 2 എല്ലുകളിൽ മുൻവശത്ത് കാണുന്ന ടിബിയ എല്ല് ആയിരുന്നു അത്. ഇത് ഇരുകാലികളിൽ മാത്രം കാണുന്ന ഒന്നാണ്. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞെങ്കിലും മറ്റ് യാതൊരു ഫോസിലുകളും ആ പ്രദേശത്ത് നിന്ന് കണ്ടുകിട്ടിയിരുന്നില്ല. 1974 നവംബർ 14-ന് പതിവ് പോലെ ജൊഹാൻസനും കൂട്ടാളിയും താഴ്ചയുള്ള പ്രദേശത്ത് തിരഞ്ഞു. പാറക്കഷ്ണങ്ങളും അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരുന്നു. തന്റെ സഹപ്രവർത്തകർ 2 തവണ പര്യവേഷണം നടത്തിയ സ്ഥലമായിരുന്നു അത്. എങ്കിലും അവിടെ ഒന്നിറങ്ങി നോക്കാൻ അവർ തീരുമാനിച്ചു. കീഴ്ത്താടിയും അടുത്തു തന്നെയായി ഒരു കൈത്തണ്ടയെല്ലും കണ്ടു. ഒരു തലയോട്ടിയുടെ അവശിഷ്ടവും കണ്ടെത്തി. ഒരു താടിയുടെ കഴ, ഒരു തുടയെല്ല് എന്നിവയെല്ലാം കിട്ടി. കാറ്റഗറിക്കലായി AL 288-1 എന്ന നമ്പറിട്ട അസ്ഥികൂടത്തിന് ലൂസി എന്ന് പേരിട്ടു. ആദ്യ ദിവസം തന്നെ ടിബിയ ബോണിന്റെ സാന്നിധ്യം ഇതൊരു ഇരുകാലി ജീവിയാണെന്ന് ഉറപ്പിച്ചിരുന്നു. ഇടുപ്പലിന്റെ മുൻവശം കൂടിച്ചേർന്നുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിക്ക് തൊട്ടുമുകളിലാണെന്നും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീയാണെന്ന് ഉറപ്പിച്ചു. പുരുഷന്മാരിൽ ഈ കോൺ പരമാവധി 82 ഡിഗ്രി വരെ വരാം. സ്ത്രീകളിൽ പ്രസവത്തിന് വഴിയൊരുക്കാൻ പ്രകൃതിയുടെ സൂത്രപ്പണിയാണത്രേ ഇത്. ഇരുകാലി ആയതിനാൽ ആസ്ട്രലോപിത്തക്കസ് വർഗത്തിൽപ്പെട്ടതായിരുന്നു എന്ന് കണ്ടെത്തി. അതൊരു ചെറിയ സ്പെസിമൻ ആയിരുന്നു. ആസ്ട്രലോപിത്തക്കസ് വർഗത്തിൽ അതിനെ പെടുത്താൻ കാരണം അതിന്റെ തലച്ചോറിന്റെ വലിപ്പമാണ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന ആൻസിപിറ്റൽ അസ്ഥിയിൽ നിന്ന് അത് അനുമാനിക്കാം.
ആ എല്ലിന്റെ ആർക്കിനിടയിലേക്ക് നെല്ലിക്കയുടെ വലിപ്പത്തിൽ കവിഞ്ഞതൊന്നും അവിടെ ഉൾക്കൊള്ളാനാവില്ല. അതുപോലെ പല്ലിന്റെ പ്രത്യേകതകളും. സ്റ്റേബിൾ ഐസോടോപ്പ് ടെസ്റ്റുകളിൽ നിന്ന് ലൂസി പുല്ലും ഇലകളും മധുരമുള്ള പഴങ്ങളും ധാരാളമായി കഴിച്ചിരുന്നുവെന്ന് തെളിവ് കിട്ടി. കൂടാതെ പ്രീമോളാർ അണപ്പല്ല് പല്ലുകളുടെ സാന്നിധ്യവും. ഇതിൽ നിന്ന് എല്ലാം മനസ്സിലാവുന്നത് ഇതുവരെ കണ്ടെടുത്ത ഫോസിലുകളിൽ നിന്നും മനസ്സിലാക്കിയ ജീവിവർഗങ്ങളിൽ നിന്നും ലൂസി തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നാണ്. ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നത് 1977 ഡിസംബർ 31-നാണ്. ലൂസിയെ കണ്ടെടുത്ത അഫാർ പ്രദേശത്തിന്റെ സ്മരണ കൂടി നിലനിർത്താൻ ഈ വംശത്തിന് ആസ്ട്രലോപിത്തക്കസ് അഫാറൻസി എന്ന് നാമകരണം ചെയ്തു. ഡൊണാൾഡ് ജോൺസൺ പറയുന്നു, അങ്ങനെയാണ് പുതിയ ജീവിവർഗത്തിന്റെ ഒന്നാമത്തെ കണ്ണി ലൂസി ആവുന്നത്. അതിനുശേഷം മാത്രമാണ് മനുഷ്യ ചരിത്രമുള്ളത്. 2 കാലിൽ നിൽക്കാനും അനായാസം നടക്കാനും ലൂസിക്ക് സാധിക്കുമായിരുന്നു. കൂടാതെ 2 കാലുകളും ചേർത്ത് വെച്ചാൽ ഇരുകാൽ മുട്ടുകളും തമ്മിൽ തൊടുന്ന വാൽഗസ് നീ ലൂസിയിലും കാണപ്പെട്ടു. ഇത് ആധുനിക മനുഷ്യന്റെ കാൽമുട്ടിന് സമാനമാണ്. ലൂസിയുടെ കാൽമുട്ടിന്റെ മറ്റൊരു പ്രത്യേകത ജോയിന്റിന്റെ ഉപരിതലത്തിന് ഇണങ്ങും വിധമുള്ള ഇന്റർഫേസാണ് എല്ലുകൾക്ക് ഉണ്ടായിരുന്നത്. ഇത് ഒറ്റക്കാലിൽ നിൽക്കാൻ സഹായിക്കും. കൂടാതെ കാൽമുട്ട് തെന്നിപ്പോകാതിരിക്കാൻ പാറ്റലർ ലിപ്പ് എന്ന മൃദുകലയും കാൽമുട്ടിനുണ്ടായിരുന്നു. ലൂസിയുടെ തുടയെല്ലിന്റെയും കാൽത്തണ്ടയെല്ലിന്റെയും നീളത്തിന്റെ അനുപാതം 84.6%. മനുഷ്യരിൽ ഇത് 71.8%. അതായത് പിൽക്കാല മനുഷ്യരിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആധുനിക മനുഷ്യനെ അപേക്ഷിച്ച് കൈകൾക്ക് അല്പം നീളക്കൂടുതൽ ഉണ്ടായിരുന്നു. ഈ നീളക്കൂടുതൽ മരം കയറാനും ചില്ലയിൽ തൂങ്ങി ആടാനും മറ്റു ലൂസിയെ സഹായിച്ചിട്ടുണ്ടാകണം. 2 കാലിൽ നടന്നെന്ന് കരുതി ഒരുപാട് ദൂരമൊന്നും നടക്കുന്ന വർഗമായിരുന്നില്ല. ഭൂമിയിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മരങ്ങളിലാണ് ഇവ കഴിഞ്ഞിരുന്നത്. ഇതിന് കാരണം മാർജാര വംശജീവികളുടെ ആക്രമണത്തെ ഭയന്നതാണ്. വളരെ ഉയരത്തിൽ പോലും കയറാനുള്ള മെയ്വഴക്കം ഇവയ്ക്കുണ്ടായിരുന്നു. ലൂസിയുടെ തോളെല്ലിൽ കാണപ്പെട്ട വിള്ളൽ ഉയരത്തിൽ നിന്ന് വീണത് കൊണ്ടാകാമെന്നതും ഇത് മരണകാരണമാകാമെന്നും ഒരു വാദമുണ്ട്. മറ്റ് മാംസഭോജികളാൽ കൊല്ലപ്പെട്ടു എന്ന് മറ്റൊരു വാദവുമുണ്ട്. നട്ടലിൽ വാദം, തേയ്മാനം തുടങ്ങി ചില ഡീജനറേറ്റീവ് രോഗങ്ങൾ ഉള്ളതായിരുന്നു എന്ന് ഫിസിഷ്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും പൂർണ്ണ വളർച്ച നേടിയ ശേഷമാണ് ലൂസി ഇഹലോകവാസം വെടിഞ്ഞത്. ഇപ്പോൾ ഇത്യോപ്യൻ നാഷണൽ മ്യൂസിയത്തിന്റെ നിലവറയിൽ ചില്ലുകൂട്ടിൽ അരണ്ട വെളിച്ചത്തിൽ സ്വസ്ഥമായിരിക്കുന്നു. അമിത വെളിച്ചം എല്ലിന് കേടുണ്ടാക്കുമെന്ന വിശ്വാസത്തിൽ ഫ്ലാഷ് ഉപയോഗിക്കുന്നത് പോലും നിരോധിച്ചിരിക്കുന്നു. ലൂസിയുടെ ചില്ലുകൂടാരത്തിന് തൊട്ടടുത്ത് മറ്റൊരു ചില്ലുകൂട്ടിൽ 3 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ലൂസിയുടേതിനേക്കാൾ വ്യക്തതയുള്ള ഒരു ഫോസിലും ഉണ്ട്. 2000-ൽ അഫാറിലെ ഡിക്ക എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചതാണ്. തുടക്കത്തിൽ ലൂസി ബേബി എന്നാണ് ഇവളെ വിളിച്ചിരുന്നത്. എന്നാൽ ഇവൾ ചില്ലറക്കാരിയല്ല. ലൂസിയേക്കാൾ 1,20,000 വയസ്സിന് മൂത്തതാണിവൾ. ഇപ്പോൾ അതറിയപ്പെടുന്നത് സമാധാനം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിലെ സെലാം എന്നാണ്. മനുഷ്യനുമായുള്ള സാമ്യം ലൂസിയേക്കാൾ കുറവായതിനാൽ ലൂസി തന്നെ മിന്നും താരം. അതെ, ആദ്യ മനുഷ്യനെന്നറിയപ്പെടുന്ന ലൂസിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ലൂസി മുത്തശ്ശി 31,80,000 വയസ്സ്. ഇരുകാലിൽ നിവർന്നു നിന്ന ആദ്യ സ്ത്രീയുടെ ഫോസിലിന്റെ കഥ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.